തിരുവനന്തപുരം വിതുര കൊപ്പം സ്വദേശിയുടെ വീട് ജപ്തി ചെയ്തതോടെ കുടുംബം പെരുവഴിയിൽ. വീട് ജപ്തിയായതോടെ 6 അംഗ കുടുംബമാണ് പെരുവഴിയിലായത്. ഇവരുടെ 10 വയസ്സുള്ള കുട്ടി ക്യാൻസർ രോഗിയാണ്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയാണ് ജപ്തി ചെയ്തത്. ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. അപ്പോൾ ഇടയ്ക്ക് സന്ദീപിൻ്റെ മകന് സുഖമില്ലാതായി. അപ്പോൾ വലിയ തുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് RCC ചിലവഴിക്കേണ്ടി വന്നു. സ്വാഭാവികമായും ലോൺ പെൻഡിങ് വരുന്നു. ഇന്ന് ഉച്ചയായപ്പോൾ അവർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ ജപ്തി ചെയ്യാൻ വേണ്ടി വന്നു. പോലീസിൻ്റെ സഹായത്തോടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിരുന്ന പോലെ അവരെല്ലാം വന്നത്. ഊണ് കഴിക്കുന്നത് പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെയാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത്. പുറത്തിറക്കി കുഞ്ഞിൻ്റെ മരുന്ന് പോലും എടുക്കാൻ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല 1 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിനെ ഓക്സിജൻ ലെവൽ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് പോലും എടുക്കാൻ സമ്മതിക്കാതെ അവരെ വീടിന് പുറത്തിറക്കി അവർ പിന്നെ വരാന്തിലിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സനിസ ചേരുന്നുണ്ട്. സനിസ, കാരുണ്യം തൊട്ട് തീണ്ടാത്ത ഒരു പ്രവൃത്തിയാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം നൽകുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ? ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് ഈ സന്ദീപ് 49 ലക്ഷം വായ്പ എടുത്തത്. ഇത്തരത്തിൽ ഇത് തിരിച്ചടക്കാൻ പറ്റാതെ പലതവണയായിട്ട് വരുമ്പോൾ ഈ തുക തിരിച്ചടക്കാൻ 3 തവണ ഈ ബാങ്ക് അവസരം കൊടുക്കുകയുണ്ടായി. എന്നാൽ വീട് വിറ്റ് ഈ വീടും പിന്നെ ഒരു കടമുറിയും ഇയാളുടെ പേരിലുണ്ട്. ഇത് വിറ്റ് പിന്നെ കടം വീട്ടാമെന്നായിരുന്നു സന്ദീപിന്റെ ധാരണ. എന്നാൽ ഈ 3 പ്രാവശ്യം അവസരം ലഭിച്ചപ്പോഴും ഇത് വീട് വിൽക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ ബാധ്യത ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ശേഷം ഈ ബാങ്ക് ഈ വീട് ജപ്തി ചെയ്യുകയായിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സന്ദീപിന്റെ ഭാര്യയും മക്കളും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബമാണ് ഈ ജപ്തിയിൽ പെരുവഴിയിലായത്. ഇതിൽ സന്ദീപിന്റെ 10 വയസ്സുള്ള മകൻ ക്യാൻസർ രോഗിയാണ്. ഇത്തരത്തിൽ ചികിത്സയിൽ 1 വർഷമായി തുടരുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ മരുന്നും അതുപോലെ തന്നെ ഈ മരുന്നുമായി ബന്ധപ്പെട്ട കുറെ എക്യുപ്മെന്റ്സും ഉണ്ട്. ഇതൊന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ ഈ ബാങ്ക് അധികൃതർ സമ്മതിച്ചില്ല. തുടർന്ന് ഇവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുകയായിരുന്നു. ഈ വീട് വിറ്റ് ഈ കടം വീട്ടാമെന്ന് 6 മാസം ഒരു സമയം നൽകണമെന്നും സന്ദീപ് വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഈ ബാങ്ക് അധികൃതർ കേട്ടില്ല. തുടർന്ന് ഈ കുഞ്ഞിനെ, ഈ ക്യാൻസർ രോഗിയായിട്ടുള്ള ഈ 10 വയസ്സുള്ള കുഞ്ഞിനെ ഒരു കിടത്താൻ പോലും ഒരു സ്ഥലമില്ലാതെ ഇവർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ CPM അതുപോലെ തന്നെ മേഖലയിലെ DYFI ഒക്കെ ഇടപെട്ട് വീടിന്റെ പൂട്ട് കുത്തി തുറന്ന് ഇവരെ അകത്ത് കയറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ബാങ്ക് ഈ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു പോസ്റ്റർ അവിടെ പതിച്ചിരുന്നു. ഇത്തരത്തിൽ ഇത് അവരുടെ അധീനതയിലുള്ള വീടാണ്, ഇവിടെ പിന്നെ ഈ പൂട്ട് തുറന്ന് അകത്ത് കയറാൻ പാടില്ല എന്നൊരു പോസ്റ്ററും പതിച്ചിരുന്നു. വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. ക്യാൻസർ രോഗിയായ ഒരു കുഞ്ഞിനെ പുറത്ത് കിടത്താൻ പോലും സ്ഥലമില്ലാതെ ഒരു വലിയൊരു കുടുംബത്തെ പെരുവഴിയിലേക്ക് ഇറക്കുന്ന രീതിയാണ് ഈ ബാങ്കിന്റെ, ഈ ഫിനാൻസ് കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്നത്. 6 മാസം സമയം നൽകിയാൽ ഈ കടം വീട് വിറ്റ് വീട്ടാമെന്ന് ഈ സന്ദീപ് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതിനുള്ള ഒരു സാവകാശം കൊടുക്കാത്ത ഒരു നീക്കമാണ് ഈ ഫിനാൻസ് കമ്പനിയിൽ നിന്നും ഉണ്ടായത്. ഹരി.